2020 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് 243 അംഗ സഭയിൽ 15 സീറ്റുകളുടെ വ്യത്യാസത്തിനാണ് മഹാസഖ്യത്തിന് ഭരണം നഷ്ടമായത്. ബിജെപി നയിച്ച എൻഡിഎക്ക് 125 സീറ്റ്, ആർജെഡി നയിച്ച മഹാസഖ്യത്തിന് 110 സീറ്റ്. മഹാസഖ്യത്തിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ച കാരണങ്ങളിലൊന്ന് ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള സീമാഞ്ചൽ മേഖലയിലേറ്റ തിരിച്ചടിയായിരുന്നു. ആ തിരിച്ചടിക്ക് പ്രധാന കാരണം അസദുദ്ദീൻ ഒവൈസിയുടെ AMIM പിടിച്ച വോട്ടുകളും സീറ്റുകളും. പൂർണിയ, കട്ടിഹാർ, അരാറിയ, കിഷൻഗഞ്ച് 4 ജില്ലകൾ ഉൾപ്പെടുന്ന സീമാഞ്ചൽ. ന്യൂനപക്ഷ വോട്ടുകൾ ഇവിടെ യഥാക്രമം 38 മുതൽ 68% വരെ. മേഖലയിൽ ആകെയുള്ളത് 24 മണ്ഡലങ്ങൾ. AIMIM സഖ്യം ഇതിൽ 20 മണ്ഡലങ്ങളിൽ മത്സരിച്ചു. പാർട്ടി മാത്രം 14 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി 5 വിജയിച്ചു. വൈസി, അമൗർ, കൊച്ചാദാമൻ, ബഹദൂർഗഞ്ച്, ജോക്കിഹട്ട് എന്നീ മണ്ഡലങ്ങൾ. മറ്റു പലയിടത്തും വോട്ടുകൾ സമാഹരിച്ചു. ഇന്ത്യ സഖ്യത്തിനേറ്റ അപ്രതീക്ഷിത പ്രഹരം. 2015 ഇതിൽ 4 നേടിയത് ഇന്ത്യ സഖ്യമായിരുന്നു. ഹൈദരാബാദിന് പുറത്തേക്ക് മത്സരിക്കാൻ തുടങ്ങിയത് മുതൽ ഒവൈസിക്കെതിരെ ആരോപണമുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ വിമർശനത്തിന് കടുപ്പം കൂടി. BJPക്ക് വേണ്ടി മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന വോട്ട് കട്ടറാണ് ഒവൈസിയുടെ പാർട്ടി എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. 2004 മുതൽ ഹൈദരാബാദിൽ നിന്നുള്ള MP-യാണ് AMIMനെ നയിക്കുന്ന അസദുദ്ദീൻ ഒവൈസി. അതിനു മുൻപ് പിതാവ് സലാഹുദ്ദീൻ ഒവൈസി 6 തവണ ഹൈദരാബാദിനെ പ്രതിനിധീകരിച്ചു. ഹൈദരാബാദ് നഗരപരിധിയാണ് ശക്തി കേന്ദ്രം. തെലങ്കാന നിയമസഭയിൽ പാർട്ടിക്ക് അംഗങ്ങളുമുണ്ട്. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും ചില പോക്കറ്റുകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികളുണ്ടെന്ന് ഒഴിച്ചു നിർത്തിയാൽ ഒരു ഹൈദരാബാദ് കേന്ദ്രീകൃത പാർട്ടി. 2015 മുതലാണ് തെലങ്കാനയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിച്ചത്. ഹിന്ദി ബെൽറ്റിലെ ആദ്യ ജയം 2019 ബീഹാറിൽ തന്നെയായിരുന്നു, കിഷൻഗഞ്ച് ഉപതെരഞ്ഞെടുപ്പിൽ. പിന്നാലെ 2020 5 സീറ്റുകൾ നേടി കരുത്തുകാട്ടി. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ആരോപണം നേരിടേണ്ടി വരുമെന്നായിരുന്നു ഒവൈസി അന്ന് പ്രതികരിച്ചത്. ഇത്തവണയും ഒവൈസി മത്സരത്തിനുണ്ട്. സഖ്യത്തിന്റെ ഭാഗമാക്കണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾ തേജസ്വി യാദവിനെ കണ്ടുകഴിഞ്ഞു. 6 സീറ്റ് തന്നാൽ മുന്നണിയിൽ ചേരാമെന്നാണ് നിബന്ധന. എന്നാൽ ഒവൈസി വേണ്ടെന്നാണ് RJDയുടെ നിലപാട്. ഒവൈസിയുടെ സ്ഥാനാർത്ഥികളായി ജയിച്ചവർ മുൻ RJD നേതാക്കളാണെന്നും ജയിച്ചപ്പോൾ അവർ പാർട്ടിയിലേക്ക് തന്നെ മടങ്ങി വന്നുവെന്നുമാണ് RJDയുടെ വിശദീകരണം. ഒവൈസിയെ സഖ്യത്തിൽ ഉൾപ്പെടുത്താൻ RJDയെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യവുമുണ്ട്. സഖ്യത്തിന്റെ ഭാഗമാക്കിയാൽ BJP പ്രചാരണ വിഷയമാക്കും, മതധ്രുവീകരണത്തിലേക്ക് നയിക്കും. സംസ്ഥാനത്തുടനീളം BJPക്ക് അത് ഗുണം ചെയ്യും. അതിനാൽ സീമാഞ്ചൽ ഉറപ്പിക്കാൻ ബീഹാർ ഒന്നടങ്കം കൈവിടാൻ RJD ആഗ്രഹിക്കുന്നില്ല. അപ്പോഴും വോട്ട് കട്ട് എന്നാരോപിക്കുന്ന AIMIMനെ സീമാഞ്ചൽ മേഖലയിൽ എങ്ങനെ പ്രതിരോധിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുമെന്നത് ചോദ്യമായി തുടരുകയാണ്.